ദുൽഹിജ്ജ 1 മുതൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കലും സുന്നത്താണ്. ദുൽഹിജ്ജ 8, 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. ദുൽഹിജ്ജ 9 അറഫയുടെ ദിനമാണ്. അന്നത്തെ നോമ്പിന് വളരെയധികം പ്രതിഫലമുണ്ട്. അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഓരോ പ്രദേശത്തും എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ്. അല്ലാതെ മക്കയിൽ ഹാജിമാർ എന്ന് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നുവോ അന്ന് നോമ്പ് അനുഷ്ഠിക്കണം എന്ന് ചില ആളുകൾ ഉണ്ടാക്കിയ വിശ്വാസം അത് അബദ്ധമാണ്, തെറ്റിദ്ധാരണാജനകമാണ്. ഓരോ പ്രദേശത്തും ദുൽഹിജ്ജ 9 എന്നാണോ അതാണ് അവരുടെ അറഫ ദിനം. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ സ്വതക്കകൾ അധികരിപ്പിക്കലും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ അറവ് നടത്തപ്പെടാവുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ആ തക്ബീർ കേവലം അല്ലാഹു അക്ബർ എന്ന് ഒരു തക്ബീർ ചൊല്ലലാണ് സുന്നത്ത്.